മാള ഗ്രാമപഞ്ചായത്തിൽ മിന്നൽ ചുഴലിയിൽ വൻ നാശം. കാറ്റിലും മഴയിലും മരങ്ങളും പോസ്റ്ററുകളും ഒടിഞ്ഞു വീണ് നിരവധി സ്ഥലങ്ങളിൽ നാശനഷ്ടം സംഭവിച്ചു. മാള ടൗണിന്റെ ഹൃദയഭാഗത്ത് അപകടാവസ്ഥയിൽ നിന്നിരുന്ന കെട്ടിടം പൊളിച്ചു മാറ്റി. കെട്ടിടത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് മീഡിയ ടൈം വാർത്ത നൽകിയിരുന്നു. കെട്ടിടം പൊളിച്ചതോടെ വലിയൊരു ആശങ്കയ്ക്കാണ് വിരാമമായത്. കൊടുങ്ങല്ലൂരിൽ പതിറ്റാണ്ടുകളായി അടഞ്ഞുകിടന്ന പവർലൂമിന് മേൽ അവകാശം ഉന്നയിച്ച് വ്യവസായ വകുപ്പ് രംഗത്ത്. പ്രതിഷേധവുമായി നാട്ടുകാർ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാള ഗ്രാമപഞ്ചായത്തിൽ മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം. കാറ്റിലും മഴയിലും മരങ്ങളും പോസ്റ്ററുകളും ഒടിഞ്ഞു വീണ് നിരവധി സ്ഥലങ്ങളിൽ നാശനഷ്ടം സംഭവിച്ചു. വൈദ്യുതി ബന്ധങ്ങളിൽ പലയിടത്തും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. മിന്നൽ ചുഴലിയെ തുടർന്ന് മാള ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വൻ നാശം. ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങളും പോസ്റ്റുകളും ഒടിഞ്ഞു വീണ് നിരവധി സ്ഥലങ്ങളിൽ നാശനഷ്ടം സംഭവിച്ചു. മാള കാവനാട് അടൂപ്പറമ്പിൽ വേണുവിന്റെ വീടിന് മുകളിൽ തേക്കുമരവും തെങ്ങും വീണു. ഇതുമൂലം വീടിന്റെ സൺഷെയ്ഡും മറ്റു ഭാഗങ്ങളും ഭാഗികമായി തകർന്നു. പരനാട്ടുകുന്ന് ജോയ് മണ്ഡപത്തിന്റെ പുരയിടത്തിലെ ഒരു പ്ലാവ്, 9 ജാതി, 5 അടയ്ക്കാമരം എന്നിങ്ങനെയാണ് തകർന്നു വീണത്. മാള കോട്ടമുറി കൊടവത്തുകുന്നിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണു. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന 4 യാത്രക്കാരും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. പ്രദേശത്ത് നിരവധി റബ്ബർ മരങ്ങളും തേക്കുമരങ്ങളും തെങ്ങുകളും കടപുഴകി വീണു. വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞിട്ടുണ്ട്. ചുഴലിക്കാറ്റിൽ ഏകദേശം 15ഓളം വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണതായാണ് പ്രാഥമിക റിപ്പോർട്ട്. പല വീടുകളുടെ മുകളിലും മരങ്ങൾ വീണ് കിടക്കുന്ന സാഹചര്യം ഉണ്ടായതിനാൽ ആകെ നാശനഷ്ടത്തിന്റെ കൃത്യമായ വിവരം ലഭ്യമായിട്ടില്ല. രാത്രിയിൽ മാള കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് സംഘങ്ങൾ എത്തിയാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും KSEB ഉദ്യോഗസ്ഥരും നാട്ടുകാരും നാശം സംഭവിച്ച പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. മീഡിയ ടൈം മാള. മാള ടൗണിന്റെ ഹൃദയഭാഗത്ത് അപകടാവസ്ഥയിൽ നിന്നിരുന്ന കെട്ടിടം പൊളിച്ചു മാറ്റി. കെട്ടിടത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് മീഡിയ ടൈം വാർത്ത നൽകിയിരുന്നു. കെട്ടിടം പൊളിച്ചതോടെ വലിയൊരു ആശങ്കയ്ക്കാണ് വിരാമമായത്. കൊടകര കൃഷ്ണൻകോട്ട ദേശീയപാതയിൽ മാള ടൗണിൽ റോഡിന് സമീപമാണ് വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടം സ്ഥിതി ചെയ്തിരുന്നത്. ഇവിടെ യൂണിയൻ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വിശ്രമിക്കാറുണ്ട്. വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരും വിദ്യാർത്ഥികളും നടന്നു പോകുന്ന റോഡിന് സമീപം കാലപ്പഴക്കം ചെന്ന കെട്ടിടം ഇടിഞ്ഞ അപകടാവസ്ഥയിലാണെന്ന മീഡിയ ടൈം വാർത്ത നൽകിയിരുന്നു. പൊതുജനങ്ങൾക്ക് ഭീഷണിയായി കെട്ടിടം എത്രയും പെട്ടെന്ന് പൊളിച്ചു നീക്കാൻ മാള പഞ്ചായത്ത് അധികൃതരും കെട്ടിട ഉടമയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കെട്ടിടം JCB ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയത്. മീഡിയ ടൈം മാള. കൊടുങ്ങല്ലൂരിൽ പതിറ്റാണ്ടുകളായി അടഞ്ഞുകിടന്ന പവർലൂമിന് മേൽ അവകാശം ഉന്നയിച്ച് വ്യവസായ വകുപ്പ് രംഗത്ത്. ജില്ലാ വ്യവസായ കേന്ദ്രം ലിക്വിഡേറ്റയുടെ ചുമതലയുള്ള കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറാണ് നഗരസഭാ സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയത്. വ്യവസായ വകുപ്പ് ഉടമസ്ഥാവകാശമായി രംഗത്തെത്തിയത് നാട്ടുകാരിൽ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ മേത്തല കടുക്കച്ചുവട്ടിൽ തട്ടാമുട്ടി പാലത്തിന് സമീപം ഏറെക്കാലമായി അടഞ്ഞുകിടക്കുന്ന പവർലൂം ഫാക്ടറിയും ചുറ്റുവട്ടവും നഗരസഭയും നാട്ടുകാരും ചേർന്ന് വെട്ടിത്തെളിച്ചിരുന്നു. പവർലൂം ഫാക്ടറി വളപ്പ് കളിമൈതാനമായി ഉപയോഗിക്കാനും കെട്ടിടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം സംഭരിക്കാനുമായിരുന്നു തീരുമാനം. ഇതോടെയാണ് വ്യവസായ വകുപ്പ് രംഗത്തെത്തിയത്. ജില്ലാ വ്യവസായ കേന്ദ്രം ലിക്വിഡേറ്ററുടെ ചുമതലയുള്ള കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറാണ് നഗരസഭാ സെക്രട്ടറിക്ക് ഇതു സംബന്ധിച്ച് കത്ത് നൽകിയത്. നിർജീവാവസ്ഥയിലുള്ള പവർലൂം ഫാക്ടറിയും ഭൂമിയും ഏറ്റെടുക്കൽ നടപടികളിലാണെന്നും വ്യവസായ വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി പ്രവർത്തിച്ചിരുന്ന സഹകരണ സംഘം സമാപ്തീകരണ നടപടികളിൽ ആയതിനാൽ സംഘത്തിന്റെ പരിപൂർണ ഉടമസ്ഥാവകാശം വ്യവസായ വകുപ്പിനാണെന്നുമാണ് വകുപ്പിന്റെ വാദം. വ്യവസായ വകുപ്പിന്റെ അനുമതിയില്ലാതെ ഈ സ്ഥലത്ത് കളിസ്ഥലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ നിർത്തിവെക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. പല വർഷങ്ങളായി കാടുപിടിച്ചു കിടന്നിരുന്ന പവർലൂം വളപ്പ് സാമൂഹ്യവിരുദ്ധരുടെയും കാട്ടുപന്നി, മലമ്പാമ്പ്, കുറുനരി തുടങ്ങിയ വന്യജീവികളുടെയും സങ്കേതമായിരുന്നു. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് നഗരസഭാ അധികൃതർ ഇവിടം ശുചീകരിച്ചതോടെയാണ് വ്യവസായ വകുപ്പ് എതിർപ്പുമായി എത്തിയത്. നേരത്തെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നെങ്കിലും അനുകൂലമായ നടപടി ഉണ്ടായില്ല. EP ജയരാജൻ വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കെ പവർലൂം വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇവിടം വ്യവസായ ഇടനാഴിയാക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ തുടർ നടപടികൾ ഉണ്ടായില്ല. ഇപ്പോൾ
പാഴടിഞ്ഞു കിടക്കുന്ന സ്ഥലം വൃത്തിയാക്കിയതോടെ വ്യവസായ വകുപ്പ് ഉടമസ്ഥാവകാശവുമായി രംഗത്തെത്തിയത് നാട്ടുകാരിൽ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. ശക്തമായ കാറ്റിൽ പൊയ്യപൂപ്പത്തിയിൽ ആൽമരം കടപുഴകി വീണു. പൂപ്പത്തിയിൽ ഏരിമേൽ അന്നപൂർണേശ്വരി ക്ഷേത്രപ്പറമ്പിൽ ആൽമരമാണ് കടപുഴകി വീണത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. മരം വീണതിനെ തുടർന്ന് വൈദ്യുതി പോസ്റ്ററുകൾ ഒടിഞ്ഞു. വൈദ്യുതി ബന്ധം തകരാറിലായി. കേബിളുകൾ പൊട്ടി. ഇന്റർനെറ്റ് സംവിധാനവും തകരാറിലായി. റോഡിലേക്ക് വീണ മരം മുറിച്ചു മാറ്റി. കൊടുങ്ങല്ലൂർ TKS പുരത്ത് കാട്ടുപന്നി കിണറ്റിൽ വീണു. TKS പുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് തെക്കുവശം വളവൻ സേതാവിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലെ കിണറ്റിലാണ് കാട്ടുപന്നി വീണത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. പുരയിടത്തിന്റെ മതിൽ ചാടിക്കിടക്കുന്നതിനിടയിൽ കിണറ്റിൽ വീണതെന്നാണ് കരുതുന്നത്. കിണറിന് മുകളിൽ വിരിച്ചിരുന്ന നെറ്റിൽ കുരുങ്ങിയ നിലയിലാണ് കാട്ടുപന്നി. വീഴ്ചയ്ക്കിടയിൽ മുറിവേറ്റ് ചോര വാർന്നൊഴുകുന്നുമുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചതായി വാർഡ് കൗൺസിലർ KS ശിവറാം പറഞ്ഞു. മേത്തലയിൽ പലയിടങ്ങളിലും കാട്ടുപന്നികളുടെ ശല്യം ഏറി വരികയാണ്. കാട്ടുപന്നികൾ ഇരുചക്ര വാഹനങ്ങളുടെ കുറുകെ ചാടി അപകടമുണ്ടാക്കുകയും പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ളവ നശിപ്പിക്കുന്നതും പതിവായി മാറിയിരിക്കുകയാണ്. കൊരട്ടി മണ്ഡലത്തിൽ കോൺഗ്രസ്, CPM തുടങ്ങിയ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് 150ഓളം പേർ BJPയിൽ ചേരുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് കൊരട്ടി ജംഗ്ഷനിൽ വെച്ച് നടക്കുന്ന പൊതുയോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ KV അജീഷ്, PR ശിവപ്രസാദ്, ജനറൽ സെക്രട്ടറി അനീഷ് ചെന്താമര തുടങ്ങിയവർ പങ്കെടുത്തു. കൊമ്പിടിഞ്ഞാമയ്ക്കൽ വ്യാപാരി കൂട്ടായ്മയുടെ വാർഷിക പൊതുയോഗം നടന്നു. പ്രസിഡന്റ് PI ജോബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽ ബിന്ദു, TP സജീവ്, N ഇഗ്നേഷ്യസ്, KI ജോൺസൺ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. നമുക്കറിയാം, കേരളത്തിലെ വ്യാപാരി വ്യവസായികളുടെ സംഘടനകൾ ഏകദേശം 10-60 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വ്യാപാരികളുടെ സംഘടനകൾക്ക് രൂപം നൽകിയത്. അന്തരിച്ചുപോയ ശ്രീമാൻ ജോർജും ശ്രീമാൻ MO ജോണും വ്യാപാരികൾ നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ തൊഴിലാളികൾ ഉന്നയിച്ചു വന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും സഹോദയ സ്കൂൾ ടീച്ചേഴ്സ് കലോത്സവം സംഘടിപ്പിച്ചു. ചാലക്കുടി CKM NSS സ്കൂളിൽ നടത്തിയ കലോത്സവം കേരള CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആദിത്യവർമ്മ രാജ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ഷമീം ബാവ അധ്യക്ഷത വഹിച്ചു. മൃദുല മധു, സജീവ് കുമാർ, ഹിമ രാജീവ്, ബാബു കോയിക്കര എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലായി നിരവധി അധ്യാപകർ പങ്കെടുത്തു. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് സ്ഥാനാരോഹണ ചടങ്ങ് വിപുലമായ പരിപാടികളോടെ നടന്നു. ഭാരതീയ വിദ്യാനികേതൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ TN രാമൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി SI സിജുമോൻ ES ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി SI കൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ PG ദിലീപ് സ്കൂൾ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G പത്മനാഭൻ, സ്കൂൾ മാനേജർ U പ്രഭാകരൻ, ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന മാതൃസമിതി സെക്രട്ടറി സൗമ്യ സുരേഷ്, സ്കൂൾ മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ, സ്കൂൾ ക്ഷേമസമിതി പ്രസിഡന്റ് MK ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി പാലസ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ 27-ന് ചാലക്കുടി SN ഹാളിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്യാമ്പിന് വിവിധ വിഭാഗങ്ങളിലുള്ള പ്രശസ്ത ഡോക്ടർമാർ നേതൃത്വം നൽകും. ക്യാമ്പിൽ പങ്കെടുക്കാൻ സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യവും ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ വിൽസൺ കല്ലൻ, PB പ്രഭ, KG രമേശ്, ബിന്ദു ഡേവിസ്, ലീലാമ വർഗീസ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. കൊടുങ്ങല്ലൂരിൽ സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവ് പിടിയിൽ.
ലോകമല്ലേശ്വരം സ്വദേശി ഷെബിഷായിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മയക്കുമരുന്ന് കേസിലും മറ്റുള്ളവരുടെ ജീവന് അപകടം വരുത്തക്ക വിധം വാഹനമോടിച്ച കേസിലും ഉൾപ്പെടെ 4 ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഇയാൾ. അതിഥി തൊഴിലാളിയുടെ മൊബൈൽ ഫോൺ കവർച്ച ചെയ്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. പുത്തഞ്ചിറ പിണ്ടാണി സ്വദേശി പനങ്ങായി വീട്ടിൽ മുഹമ്മദ് സാലിഹ് എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മാള ഗ്രാമപഞ്ചായത്തിൽ മിന്നൽ ചുഴലിയിൽ വൻ നാശം. കാറ്റിലും മഴയിലും മരങ്ങളും പോസ്റ്ററുകളും ഒടിഞ്ഞു വീണ് നിരവധി സ്ഥലങ്ങളിൽ നാശനഷ്ടം സംഭവിച്ചു. മാള ടൗണിന്റെ ഹൃദയഭാഗത്ത് അപകടാവസ്ഥയിൽ നിന്നിരുന്ന കെട്ടിടം പൊളിച്ചു മാറ്റി. കെട്ടിടത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് മീഡിയ ടൈം വാർത്ത നൽകിയിരുന്നു. കെട്ടിടം പൊളിച്ചതോടെ വലിയൊരു ആശങ്കയ്ക്കാണ് വിരാമമായത്. കൊടുങ്ങല്ലൂരിൽ പതിറ്റാണ്ടുകളായി അടഞ്ഞുകിടന്ന പവർലൂമിന് മേൽ അവകാശം ഉന്നയിച്ച് വ്യവസായ വകുപ്പ് രംഗത്ത്. പ്രതിഷേധവുമായി നാട്ടുകാർ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.